ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ജെ ക്രിയേറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു പഴയ സാരി എങ്ങനെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരു പലാസോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാരി നമുക്ക് 2 മീറ്റർ കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ കറക്റ്റ് അളവുള്ള ഒരു പാൻറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ കറക്റ്റ് അളവായിട്ടുള്ള ഏതെങ്കിലും ഒരു പാൻറ് എടുക്കാം. ഇപ്പോൾ മെഷർമെന്റ് എടുക്കാനായിട്ട് പലാസോ പാൻറ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാൻറ് എടുത്തിട്ട് നമ്മൾ ഈ വീതി അടയാളപ്പെടുത്തുമ്പോൾ കുറച്ച് കൂട്ടി അടയാളപ്പെടുത്തിയാൽ മതി. ഈ പാൻറ് നമ്മൾ വെക്കുമ്പോൾ ഈ കർവ് വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഓപ്പൺ വശത്തേക്ക് നമ്മുടെ പാൻറിന്റെ കർവ് വശം വരുന്ന പോലെ വേണം വെക്കാനായിട്ട്. നമുക്കിനി മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പലാസോ പാൻറ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ഈ എക്സാക്ട് അളവ് തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ വേറെ പാൻറ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ വീതിയിൽ വേണം വരച്ചു കൊടുക്കാൻ. എന്നിട്ട് ആ കർവ് വശം വരുമ്പോൾ കുറച്ചും കൂടെ വീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കണം. 1-2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം വരച്ചു കൊടുക്കാൻ. ഇപ്പം നമ്മൾ ഈ കർവ് ഭാഗം നമ്മൾ കുറച്ച് കൂട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്താം. അരവണ്ണത്തിന്റെ ഭാഗം അടയാളപ്പെടുത്താം. അതും നമ്മൾ കുറച്ച് ഇതുപോലെ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം അടയാളപ്പെടുത്താൻ. മേൽഭാഗത്തും സൈഡ് ഭാഗത്തും ഒക്കെ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. നമുക്ക് മടക്കി തയ്ക്കേണ്ടത് കൊണ്ട് അങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ 2 പീസും നേരെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ആ 2 പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ കാണിക്കുന്ന കർവ് ഭാഗത്തു കൂടി മാത്രമേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. ആ 2 ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ആ 2 ഭാഗത്തും 2 കർവ് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്ക് പിടിച്ചിട്ട് നേരെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ തന്നെ നമുക്ക് പലാസോ പാനിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ കാലിന്റെ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ അവിടെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ അര ഭാഗം നമുക്ക് ഉള്ളിലോട്ട് ഒരു 2 ഇഞ്ച് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പിൻ ഉപയോഗിച്ച് നമുക്ക് ആ മടക്കി വെച്ചേക്കുന്നൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിന്റെ ചുറ്റിനും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം.
നമ്മൾ എല്ലാ ഭാഗവും പിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുറച്ച് ഭാഗം മാത്രം നമ്മളിങ്ങനെ ഈ ഓപ്പൺ ആയിട്ട് വെക്കണം. നമുക്ക് എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് ഭാഗം മാത്രം നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ബാക്കി ചുറ്റിനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ചുറ്റിനും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുത്തു. നമ്മൾ ആ സൈഡിലത്തെ ആ ഭാഗത്ത് മാത്രം നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കൂടി നമുക്കിനി എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാം. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അരവണ്ണം എടുക്കാം. അപ്പോൾ നമ്മൾ അരവണ്ണം, എൻ്റെ വേസ്റ്റ് അളവ് 30 ഇഞ്ചസ് ആണ്. അതുകൊണ്ട് ഞാൻ 24 ഇഞ്ചസ് ആണ് ഇവിടെ എലാസ്റ്റിക് എടുക്കുന്നത്. 24 ഇഞ്ചസ്. അപ്പോൾ എൻ്റെ അരവണ്ണം 30 ആയതുകൊണ്ട് ഞാൻ 30നേക്കാളും കുറച്ച് 24 എടുത്തു. അപ്പോൾ നിങ്ങളുടെ അരവണ്ണം എത്രയാണോ എന്ന് വെച്ചാൽ അതിൽ നിന്നും കുറച്ചും കൂടെ കുറച്ച് വേണം എലാസ്റ്റിക് എടുക്കാനായിട്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പിൻ എടുത്തിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് പിൻ ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ ആ ഓപ്പൺ ആയിട്ട് വെച്ചേക്കുന്ന ആ വശത്ത് കൂടി വേണം നമ്മളിനി ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ആ പാൻറ്റിൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചേക്കുന്ന വശമുണ്ട്, ആ വശത്ത് കൂടെ നമ്മൾ ആ പിൻ ചെയ്ത എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് ഭാഗത്തും കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല സെക്യൂർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള വശം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഭാഗത്തൊക്കെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പാലാസോ പാൻറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.